അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങളിലൊന്ന് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും ദുർബലമായ തൊഴിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് മേധാവിയെ പുറത്താക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. യാതൊരു തെളിവുമില്ലാതെ കമ്മീഷണർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തൊഴിൽ കണക്കുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നടപടി എന്നതും ശ്രദ്ധേയമാണ്. ഇത് ആഗോള ഓഹരി വിപണികളെ പിടിച്ചുലയ്ക്കുകയും സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക വിവരങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-നാണ് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് തങ്ങളുടെ ഏറ്റവും പുതിയ തൊഴിൽ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിൽ ജൂലൈ മാസത്തിൽ അമേരിക്കയിൽ 73,000 പുതിയ തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലും ആശങ്കാജനകമായ കാര്യമെന്നത് മെയ്-ജൂൺ മാസങ്ങളിലെ തൊഴിൽ കണക്കുകളിൽ 2,50,000 തൊഴിലവസരങ്ങളുടെ നാടകീയമായ തിരുത്തലുകൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അതായത് നേരത്തെ പുറത്തുവിട്ട കണക്കുകളെക്കാൾ വളരെ കുറഞ്ഞ തൊഴിലവസരങ്ങൾ മാത്രമാണ് ഈ മാസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടതെന്നത് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് ട്രംപ് BLS കമ്മീഷണർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. നമുക്ക് കൃത്യമായ തൊഴിൽ നമ്പറുകൾ ആവശ്യമാണ്. ബൈഡൻ രാഷ്ട്രീയ നിയമത്തിനെ ഉടൻ പുറത്താക്കാൻ ഞാൻ എൻ്റെ ടീമിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ട്രംപിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചുകൊണ്ട് സിവിൽ സർവീസിൽ 20 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള കമ്മീഷണറെ തന്റെ ഏജൻസിയുടെ പ്രവർത്തനം സുപ്രധാനവും പ്രധാനപ്പെട്ടതുമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. സിവിൽ സർവീസിൽ 20 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തെ തന്റെ ഏജൻസിയുടെ പ്രവർത്തനം സുപ്രധാനവും പ്രധാനപ്പെട്ടതുമാണെന്ന് വിശേഷിപ്പിച്ചു. ഇത് BLSന്റെ പ്രവർത്തനങ്ങളെ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്താനുള്ള അവരുടെ ശ്രമങ്ങളെ എടുത്തു കാണിക്കുന്നതാണ്. എന്നാൽ ട്രംപിന്റെ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഈ വിവാദപരമായ തീരുമാനം വന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായ വിമർശനങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവന ആഗോള സാമ്പത്തിക വിപണികളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. ഇറക്കുമതി ചെയ്ത വസ്തുക്കളുടെ നികുതി സംബന്ധിച്ച് ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില നയങ്ങളും തൊഴിൽ ഡാറ്റയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം ലോകമെമ്പാടുമുള്ള പല ഓഹരി വിപണികളും വളരെയധികം ഇടിഞ്ഞു. ഇതിന്റെ ഫലമായി അമേരിക്കൻ സ്റ്റോക്ക് സൂചികളായ S&P, ഡൗ, നാസ്ഡാക്ക് എന്നിവ ഏകദേശം 1.2% മുതൽ 2.2% വരെ ഇടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ജർമ്മനിയിലെ ടാക്സ്, ഫ്രാൻസിലെ CAC, ഹോങ്കോങ്ങിലെ ഹാങ് സാങ്, ജപ്പാനിലെ നിക്കൈ 225 തുടങ്ങിയ മറ്റ് പ്രധാന ആഗോള വിപണികളും കാര്യമായി ഇടിവ് രേഖപ്പെടുത്തി. സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക സാമ്പത്തിക ഡേറ്റയുടെ വിശ്വസ്തത നഷ്ടപ്പെടുന്നത് നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്കയും സൃഷ്ടിക്കും. കാരണം ഇത്തരം ഡേറ്റകളെ ആശ്രയിച്ചാണ് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡാറ്റയിൽ കൃത്യമായി കാണിച്ചു എന്ന ആരോപണം ആഗോള നിക്ഷേപകരുടെ ആത്മവിശ്വാസം കെടുത്തുകയും വിപണിയെ കൂടുതൽ അസ്ഥിരമാക്കുകയും ചെയ്യും. ട്രംപിന്റെ ഈ നീക്കത്തെ സാമ്പത്തിക വിദഗ്ധരും രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത്. ഓക്സ്ഫോർഡ് എക്കണോമിക്സിലെ റയാൻ സ്വീറ്റ് ഉയർന്ന നിലവാരമുള്ള സാമ്പത്തിക ഡാറ്റയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. ഇതൊരു മോശം നീക്കമാണ്. ഡാറ്റയുടെ സമഗ്രതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും നിക്ഷേപകർക്ക് വിവരങ്ങൾ നൽകുന്നതിനും കൃത്യവും നിഷ്പക്ഷവുമായ ഡാറ്റ അത്യാവശ്യമാണ്. പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ജെഡ് കോൾക്കോ ട്രംപിന്റെ നടപടിയെ സാമ്പത്തിക ഡേറ്റയുടെ സമഗ്രതയ്ക്ക് നേരെയുള്ള ദോഷമെന്നാണ് വിശേഷിപ്പിച്ചത്. സാമ്പത്തിക ഡേറ്റ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങുമ്പോൾ അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇടയാക്കും. ഇത് അന്താരാഷ്ട്ര നിക്ഷേപകരെ അകറ്റാൻ സാധ്യതയുമുണ്ട്. ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% മുതൽ 50% വരെ പുതിയ തീരുവ ചുമത്തിക്കൊണ്ട് ട്രംപ് തന്റെ വ്യാപാര നയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ സംഭവ വികാസങ്ങൾ. ഇത് അമേരിക്കയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്നും ആഗോള വ്യാപാരം സന്തുലിതമാകുമെന്നും ട്രംപ് വാദിക്കുന്നു. എന്നാൽ പല സാമ്പത്തിക വിദഗ്ധരും ഇത് സമ്പദ് വ്യവസ്ഥയെ ദോഷമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. താരിഫുകൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഭാരം വരുത്തുകയും ചെയ്യും. ഇത് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധങ്ങളിലേക്കും ആഗോള വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നതിലേക്കും നയിച്ചേക്കാം. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെയും ട്രംപ് വിമർശനങ്ങൾ ഉന്നയിച്ചു. പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ അദ്ദേഹം സാവധാനമാണ് നീങ്ങുന്നതെന്ന് ട്രംപ് ആരോപിച്ചു. ഉയർന്ന പലിശ നിരക്കുകൾ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നതാണ് ട്രംപിന്റെ വാദം. ഇതിനിടെ ഫെഡറൽ റിസർവ് കമ്മിറ്റിയിലെ അംഗമായ ആൻഡ്രിയാന ഗ്ലുക്കർ രാജിവെച്ചത് ട്രംപിന് പുതിയ ഒരാളെ നിയമിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഇത് ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്ര സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നതായും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തന്റെ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകൾ ഈ തസ്തികകളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞു. ആരെന്തിന് ഈ കണക്കുകളെ വിശ്വസിക്കണമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു. എന്നാൽ സർക്കാർ കണക്കുകളുടെ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നിലപാടിന് ദോഷകരമാണെന്നും ഇത് ഡാറ്റയുടെ സമഗ്രതയെ ചോദ്യം ചെയ്യുക മാത്രമല്ല ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വസ്തത
മധ്യസ്ഥതയെ ബാധിക്കും. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ആഗോള സാമ്പത്തിക രംഗത്തും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ആഗോള വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യും. ഈ നീക്കങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയെയും ആഗോളതലത്തിലുള്ള നേതൃത്വത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.